നമ്മൾ മനുഷ്യന്മാർക്ക് പല സമയത്ത് പല വികാരങ്ങളാണ്. ചില സമയത്ത് ദേഷ്യം, ചില സമയത്ത് സന്തോഷം, ചില സമയത്ത് സങ്കടം, ഒറ്റപ്പെടൽ, അങ്ങനെ ഒരുപാടുണ്ട് ട്ടോ. പിന്നെ എന്നെപ്പോലുള്ള വികാരജീവികൾക്ക് എന്തെങ്കിലും ഒരു കാര്യം കിട്ടിയാൽ മതി പലതരത്തിലുള്ള ഇമോഷൻസ് മാറി മറിയാനായിട്ട്. ഇപ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നത് ഒറ്റപ്പെടലാണ് കേട്ടോ. വേറെ ഒന്നുമില്ല, കുട്ടികളൊന്നും ഇവിടെ ഇല്ല, ഞാൻ മാത്രമേ ഉള്ളൂ. പിന്നെ എന്ത് തരം ഇമോഷനാണെന്നുണ്ടെങ്കിലും നന്നായിട്ട് ഫുഡ് കഴിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു പോളിസി. സങ്കടം വന്നാലും സന്തോഷം വന്നാലും അതൊക്കെ ഒന്ന് റെഡി ആവണമെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് ഫുഡ് കഴിക്കണം. വെറുതെ എന്തെങ്കിലും കഴിച്ചാൽ പോരാ. ആ ഒരു സമയത്ത് പെർട്ടിക്കുലറായിട്ട് മനസ്സിൽ എന്തെങ്കിലും തോന്നും, അത് തന്നെ ഉണ്ടാക്കി കഴിക്കണം. എല്ലാന്നുണ്ടെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടൂല കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഇങ്ങനെ വെറുതെ ഒറ്റയ്ക്ക് ഇരുന്ന സമയത്ത് തോന്നിയതാണ് ഈ ഒരു നൂഡിൽസ് ഉണ്ടാക്കി നോക്കാൻ. ഈ നൂഡിൽസിനെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ. ഇൻഡോമീൻ്റെ ഫേമസ് ആയിട്ടുള്ള മീ ഗോരങ് ഫ്ലേവറാണ് കേട്ടോ. സാധാരണ ഞാനിത് നോർമൽ നൂഡിൽസ് ഉണ്ടാക്കുന്ന പോലെ തന്നെ മസാല നൂഡിൽസൊക്കെ ഒരുമിച്ചിട്ട് കുക്ക് ചെയ്തെടുക്കലാണ്. പക്ഷേ ഇന്ന് വെറൈറ്റിക്ക് ഞാൻ നൂഡിൽസ് കുക്ക് ചെയ്തതിന് ശേഷം മസാലയും കാര്യങ്ങളൊക്കെ അതിൻ്റെ മേലേക്ക് പൊട്ടിച്ച് വെച്ചു. ശേഷം ബട്ടർ ഒന്ന് ഹീറ്റ് ചെയ്തിട്ട് അതിൻ്റെ മേലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഡ്രസ്സിനെ നിങ്ങൾ ആരും മൈൻഡ് ചെയ്യണ്ട. നമുക്ക് പാൻറ്റ് പോയ ടോപ്പും ടോപ്പ് പോയ പാൻറ്റും രണ്ടും പോയ ഷോളും എല്ലാം കൂടി ഇതുപോലെ മിക്സ് മാച്ചൊക്കെ ഇട്ടാലല്ലേ മുതലാവുള്ളൂ. അപ്പോൾ അതിൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ. പിന്നെ കേശയ്ക്ക് ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ ശാശി മാം കൊടുത്തിട്ടുള്ള ചോപ്പ് സ്റ്റിക്ക് ആട്ടത്. ആ മാം കുറേ ക്യൂട്ടായിട്ടുള്ള ഗിഫ്റ്റ്സൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ടുള്ള അഭ്യാസമാണ്. ഞാൻ ആദ്യമായിട്ടാണ് ചോപ്പ് സ്റ്റിക്ക് യൂസ് ചെയ്ത് നോക്കുന്നത് കേട്ടോ. പിന്നെ എല്ലാ നൂഡിൽസിൻ്റെയും ചിത്രത്തിൻ്റെ മേലെ ഒരു ബുൾസൈ കാണാം. അതെന്തിനാണെന്ന് എനിക്കറിയില്ല. എന്തായാലും അതുപോലെ തന്നെ ആവട്ടെ എന്ന് കരുതി ഒരു ബുൾസൈ ഉണ്ടാക്കിയിട്ടു. അങ്ങനെ കാണുമ്പോൾ എന്തോ ഒരു ഭംഗിക്കുറവ്. അപ്പോൾ അതിൻ്റെ മേലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചോപ്പ് ചെയ്തിട്ട് കേട്ടോ. വെറുതെ ഇട്ടതാണെന്നുണ്ടെങ്കിലും കഴിച്ച സമയത്ത് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ ഇതൊക്കെ കഴിക്കാൻ നേരത്തപ്പോൾ എന്തോ ഒന്ന് മിസ്സിങ് ഇല്ലേ? അതെ, തിന്നാൽ മാത്രം പോരല്ലോ, ഇത് ഇറങ്ങാൻ എന്തെങ്കിലും വെള്ളം കൂടി വേണ്ടേ? ഈ ഗൾഫിൽ നിന്നൊക്കെ വരുന്നവരെ പെട്ടിയിൽ ഒരിക്കലും ഒഴിച്ചുവിടാൻ പറ്റാത്ത ഒന്നായിരുന്നല്ലോ ടാങ്ക്. അതിനോട് എനിക്ക് എന്താണെന്നില്ലാത്തൊരു ആത്മബന്ധം ഉണ്ട് കേട്ടോ. ഇപ്പോഴും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ലുലുവിൽ ഓഫർ കണ്ടപ്പോൾ വാങ്ങിച്ചാണ് ലുലുവിൻ്റെ മിക്സ് ഇട്ട് കേട്ടോ. പക്ഷേ നമ്മൾ ടാങ്കിൻ്റെ അത്രക്ക് പോകില്ല, എന്നാലും ഒപ്പിക്കാം. പിന്നെന്താ, ഈ ഉണ്ടാക്കിയ നൂഡിൽസും ആ ഒരു ഓറഞ്ച് ജ്യൂസൊക്കെ ആയിട്ട് എൻ്റെ ഫേവറേറ്റ് TV ഷോ കുറേ നേരം ഇരുന്ന് കണ്ടു. അപ്പോൾ നിങ്ങളൊക്കെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ എന്തൊക്കെ ടെക്നിക്സാണ് യൂസ് ചെയ്യുക എന്നുള്ളതൊന്ന്